US-ഇറാൻ യുദ്ധം രൂക്ഷമായി. ശ്രീലങ്കയ്ക്ക് സമീപം ഇറാൻ യുദ്ധക്കപ്പൽ മുക്കി. അമേരിക്കൻ നാറ്റോ പ്രതിരോധം ഇറാൻ മിസൈൽ തകർത്തു. US-ഇറാൻ സംഘർഷം ബുധനാഴ്ച ഗൗരവമായി. US സബ്മറീൻ ശ്രീലങ്കയുടെ തെക്കൻ തീരത്തിന് സമീപം ഒരു ഇറാൻ യുദ്ധക്കപ്പൽ മുക്കിയതായി അമേരിക്ക അറിയിച്ചു. ആക്രമണത്തിൽ കുറഞ്ഞത് 80 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം തുർക്കിയിലേക്കായി പ്രക്ഷേപിച്ച ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ നാറ്റോയുടെ എയർ ഡിഫൻസ് സംവിധാനം തകർത്തതായും സ്ഥിരീകരിച്ചു. ഈ സംഭവവികാസം തുർക്കിയെ നേരിട്ട് സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ച ആദ്യ സംഭവമായി കണക്കാക്കപ്പെടുന്നു. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന തുർക്കിക്ക് നാറ്റോയിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയാണുള്ളത്. എന്നാൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് വ്യക്തമാക്കിയത് പ്രകാരം ഇത് നാറ്റോയുടെ കൂട്ടായ പ്രതിരോധ കരാർ ആർട്ടിക്കിൾ 5 പ്രാബല്യത്തിലാക്കുന്ന സാഹചര്യമല്ലെന്നാണ് വിലയിരുത്തൽ. US സേനയുടെ പ്രസ്താവന പ്രകാരം ശ്രീലങ്കയുടെ തെക്കൻ തീരത്തുനിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇറാൻ യുദ്ധക്കപ്പൽ ലക്ഷ്യമാക്കി സബ്മറീൻ ടോർപിഡോ ആക്രമണം നടത്തി. ശ്രീലങ്കൻ അധികാരികൾ മുങ്ങിയ കപ്പൽ ഐറിസ് ദേന ആണെന്ന് തിരിച്ചറിഞ്ഞതായി അറിയിച്ചു. ഏകദേശം 180 അംഗ സംഘത്തിലുണ്ടായിരുന്ന 87 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും 32 പേരെ രക്ഷപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഏകദേശം 60 പേർ ഇപ്പോഴും കാണാതായിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണവാതക കപ്പൽ ഗതാഗതം 5ാം ദിവസവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. 200-ലധികം കപ്പലുകൾ കടലിൽ നിർത്തിയിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിലെ ഊർജ്ജ കയറ്റുമതി കപ്പലുകൾക്ക് ഇൻഷുറൻസും നാവിക സുരക്ഷയും നൽകുമെന്ന് പ്രഖ്യാപിച്ചു. എണ്ണവില കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഉയർന്ന നിലയിലാണ് തുടരുന്നത്. ആഗോള വിപണികളിൽ വലിയ ചാഞ്ചാല്യമുണ്ടായി. ഏഷ്യൻ വിപണികളിൽ കനത്ത ഇടിവ് രേഖപ്പെടുത്തി. യൂറോപ്യൻ വിപണികൾ പിന്നീട് സ്ഥിരതയിലായി. US ഓഹരി വിപണിയിൽ പ്രതീക്ഷാപൂർണമായ ഉയർച്ചയും രേഖപ്പെടുത്തി. USഉം ഇസ്രായേലും ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കു നേരെ നിരന്തരം ആക്രമണം തുടരുന്നു. ഇസ്രായേൽ സേന കിഴക്കൻ തെഹ്റാനിലെ സുരക്ഷാ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ഉൾപ്പെട്ട സമുച്ചയത്തെ ആക്രമിച്ചതായി അറിയിച്ചു. ഇതിനിടെ ഇസ്രായേൽ ലെബനാന്റെ തെക്കൻ മേഖലയിലുള്ള ജനങ്ങളെ ഒഴിയാൻ നിർദ്ദേശിച്ചു. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള വീണ്ടും ഡ്രോൺ റോക്കറ്റ് ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് നടപടി. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമൈനി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്ത് നേതൃത്വ പ്രതിസന്ധി നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചതായി ഇറാൻ അറിയിച്ചു. പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഉടൻ തീരുമാനം പ്രഖ്യാപിക്കുമെന്നറിയിച്ചിട്ടുണ്ട്. പ്രധാന സ്ഥാനാർത്ഥികളിൽ അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി മുൻനിരയിലാണെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇത് ഇറാനിൽ കടുത്ത നിലപാട് തുടരുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. US സെൻട്രൽ കമാൻഡ് 20-ലധികം ഇറാനിയൻ കപ്പലുകൾ ആക്രമിച്ചോ മുങ്ങിച്ചോ എന്ന അവകാശവാദമുന്നയിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം US സബ്മറീൻ ഒരു യുദ്ധക്കപ്പൽ മുങ്ങിച്ചതായി പറയുന്ന ആദ്യ സംഭവമാണിത്. ബ്രിട്ടനും ഫ്രാൻസും ഇറാന്റെ പ്രതികാരാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ നാവിക വായുസേന വിന്യസിക്കുമെന്നറിയിച്ചു. ഗ്രീസ് സൈപ്രസിലേക്ക് യുദ്ധവിമാനങ്ങളും കപ്പലുകളും മാറ്റിയിട്ടുണ്ട്. ടെഹ്റാനിൽ തുടരുന്ന സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പല ഇറാനിയൻ പൗരന്മാരും ഭീതിയിൽ കഴിയുന്നു. സർക്കാരിനെതിരെ അസംതൃപ്തിയുണ്ടെങ്കിലും ബോംബാക്രമണങ്ങൾക്കിടയിൽ പ്രതിഷേധം അസാധ്യമാണ് എന്ന അഭിപ്രായവും ഉയർന്നു. US-ഇറാൻ യുദ്ധം ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് അതിർത്തികൾക്കപ്പുറം വ്യാപിക്കുകയാണ്. ശ്രീലങ്കയ്ക്ക് സമീപം നടന്ന കടുത്ത സമുദ്രാക്രമണം, തുർക്കിയിലേക്കായുള്ള മിസൈൽ സംഭവം, ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്കും സുരക്ഷയ്ക്കും വലിയ ആഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങൾ സംഘർഷത്തിന്റെ ഭാവി ദിശ നിർണ്ണയിക്കുന്നതായിരിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. പ്രേക്ഷകരെ, യുദ്ധത്തെക്കുറിച്ചുള്ള അനാവശ്യവും സത്യവുമല്ലാത്ത വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. സാധാരണ ജനങ്ങളെ ആശങ്കയിലാക്കാതിരിക്കുക. പൊതുജന താൽപര്യാർത്ഥം. ഡീൽസ് കേരള. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സത്യസന്ധവും വിശദവുമായ അപ്ഡേറ്റുകൾക്ക് ഡീൽസ് കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.